രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ മോമിനീങ്ങളെ. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് മര്യാദകളുണ്ട്. ഈ നിയമങ്ങളെല്ലാം പാലിക്കുകയും ഫാത്തിഹ സൂറത്ത് ഓതുകയും സൂറത്തുൽ ബഖറ അൽ ബഖറയുടെ ആദ്യത്തെ ഭാഗം ഓതുകയും ആയത്തുൽ കുർസി ഓതുകയും അതേപോലെ തന്നെ അൽ ബഖറയുടെ അവസാനം ഓതുകയും അൽ ബഖറയുടെ അവസാനം ഓടുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ല സ്വപ്നമൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അഫ്ളല് ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول. മനസ്സിലായില്ല. നല്ല സ്വപ്നം പ്രതീക്ഷിക്കുന്ന ആളുകൾ എവിടുന്ന് തുടങ്ങണം എന്നറിയോ? ലില്ലാഹി മാ ഫിസ് സമാവാത്തിന്റെ അവിടുന്നാണ് തുടങ്ങണം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അതായത് ആമന റസൂലിന്റെ രണ്ടായത്ത് എന്ന് പറഞ്ഞാൽ 284 285 286 284 മുതൽ തുടങ്ങാം. 284 285 286. അൽ ബഖറയിലാകുള്ളത് 286 ആയത്താണ്. സാധാരണ ഉള്ളത് 285 286. അതിനാണ് സഹ്റാവൈനി എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രകാശം പരത്തുന്ന രണ്ടായത്ത് എന്ന് പറയുന്നത് അവസാനത്തെ രണ്ടായത്താണ്. എന്നാൽ സ്വപ്നം പ്രതീക്ഷിക്കുന്ന, ഉറങ്ങാൻ കിടക്കുന്ന നല്ല സ്വപ്നമൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് അവർ 284 മുതൽ 284 285 286 അതാണ് അഫ്ളലായ സുന്നത്ത് എന്ന് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിസ്മിക അല്ലാഹുമ്മ വലഅതു ജംബി എന്നുള്ള ആ ദിക്ർ ഇതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ദാക്കിറായി ഉറങ്ങാം. നല്ല സ്വപ്നം എന്നത് തമാശല്ല, നുബൂവത്ത. നല്ല സ്വപ്നം നുബൂവത്ത. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊരു തരം നുബൂവത്ത് നബിയാന്ന് പറഞ്ഞ് നടക്കണ്ടാവുമ്പോ പഞ്ചാബുകാരൻ പറഞ്ഞതുപോലെ നുബൂവത്ത്, ഒരു തരം നുബൂവത്ത് കിട്ടുക. അതെല്ലാ രാത്രിയും കിട്ടാൻ ചെറിയ ഭാഗ്യല്ലേ അതൊക്കെ സ്വപ്നം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് ഈ നിയമങ്ങളൊക്കെ പാലിക്കണം. അതേപോലെ തന്നെ ഹബീബായ റസൂൽ നബിദരിൻ ഖാല ഔസ്വാനി ഖലീലി ബിസലാസിൻ ലാ അദഉഹുന്ന. എനിക്ക് 3 കാര്യം മുസ്തഫ നബി വസിയത്തിട്ടുണ്ട്, ഞാനത് ഒഴിവാക്കൂല. ഹത്താ അമൂത. അബൂദർ റളിയല്ലാഹു അൻഹു ഏതൊക്കെയാ? സൗമു സലാസത്തി അയ്യാമിൻ കുല്ല ശൈരിൻ, എല്ലാ ദിവസവും 3 ദിവസം നോമ്പ് നോൽക്കുക. റകഅത്തൈൽ ഫജ്രി, ഫജ്റിന്റെ 2 റകഅത്ത് നിസ്കരിക്കുക. പിന്നെ വ അൻ ലാ അനാമ ഇല്ലാ അലാ തുഹ്രിൻ, ശുദ്ധിയോടുകൂടെ മാത്രം ഉറങ്ങാൻ കിടക്കുക. ഇങ്ങനെ ഈ ആദാബുകളൊക്കെ സൂക്ഷിക്കുക. നേരത്തെ സാദാബ്. അതേപോലെ തന്നെ ആയിഷത്ത കേട്ടോളാൻ, ആയിഷത്ത റളിയല്ലാഹു അൻഹാ കാനത് ഇദാ ആഖറത് മൽജഅഹ ഖാലത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക റുഅയാ സ്വാലിഹ സ്വാദിഖതൻ ഗൈറ കാരിബ നാഫിഅതൻ ഗൈറ ളാറ ഹാഫിളതൻ ഗൈറ നാസിയ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറഞ്ഞിരുന്നു. ശ്രദ്ധിക്കണം, ഇത് പ്രധാനപ്പെട്ടതാ. കമാ ഫഅലഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബിയിൽ നിന്ന് പഠിച്ചവരാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. വളരെ ചിന്തിക്കണം. എന്താ പറഞ്ഞിരുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക റുഅയാ സ്വാലിഹ സ്വാദിഖതൻ ഗൈറ കാരിബ നാഫിഅതൻ ഗൈറ ളാറ ഹാഫിളതൻ ഗൈറ നാസിയ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്ഥിരമായി ഉറങ്ങാൻ കിടക്കുമ്പോൾ പറഞ്ഞിരുന്നു. എന്താ പ്രതീക്ഷിക്കുന്നുണ്ട്? എന്താ? അല്ലാഹുവേ ഇന്നി അസ്അലുക റുഅയാ സ്വാലിഹ, അല്ലാഹുവേ നീ എനിക്ക് സ്വാലിഹായ സ്വപ്നം നൽകണമേ. സ്വാദിഖതൻ ഗൈറ കാദിബ, സത്യമായ സ്വപ്നം നൽകണമേ. കാദിബായ പേക്കിനാവ് നൽകരുത്. നാഫിയ, ഉപകാരമുള്ളത് നൽകണമേ. ഗൈറ ളാറ, ഉപദ്രവമുള്ള ഒരു സ്വപ്നവും നീ എനിക്ക് നൽകരുത്. ഹാഫിള, എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ള സ്വപ്നം നൽകണമേ. ഗൈറ നാസിയ, ഞാൻ മറന്നു പോകാത്ത ജാതി സ്വപ്നം നൽകണമേ എന്ന് ആയിഷത്ത റളിയല്ലാഹു അൻഹ. ഇത് സ്വഹീഹാണെന്ന് ഇമാം ഇബ്നു സിരീൻ തങ്ങൾ തന്റെ തഫ്സീറുൽ അഹ്ലാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. പ്രഗൽഭമായ താബിഈങ്ങളിൽപ്പെട്ട ആളാണ് ഇമാം ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ആണ് ഈ വിഷയത്തിൽ ഒരു പ്രാമാണിക ഗ്രന്ഥം ഞാൻ കണ്ടത്. തഫ്സീർ ഇബ്നു സിരീനാണ്. ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പിന്നെ ചർച്ച തന്നെ ആ വിഷയത്തിൽ നടക്കുന്നതായി കണ്ടില്ല. അദ്ദേഹമാകട്ടെ താബിഈങ്ങളിൽപ്പെട്ട ആളുമാണ് മഹാനായ മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനൊരു കിതാബുണ്ട്. ആ കിതാബാണ് അതിന് ഏകദേശം അവലംബമായ ഒരു മാർഗവും. ഇബ്നു സിരീൻ മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം അവലംബിക്കപ്പെടാവുന്ന ആളുമാണ്. അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. ഹിജ്റ 110 ഇമാം ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു മരിച്ചു പോയിട്ടുള്ളത്. ഹിജ്റ 110. അത്രയും വലിയ മഹാനാണ് മഹാനായ മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു.
അദ്ദേഹത്തിന്റെ തഫ്സീറുൽ അഹ്ലാം എന്ന ലോകപ്രശസ്തമായ ഗ്രന്ഥമാണ് ഈ വിഷയത്തിൽ ഏകദേശം അവലംബിക്കാവുന്ന ഒരു മാർഗമായി കാണുന്നത്. അവിടെ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റുഅ്യാ സ്വാലിഹ സ്വാദിഖതൻ ഗൈറ കാരിബ നാഫിഅതൻ ഗൈറ ളാറ ഹാഫിളതൻ ഗൈറ നാസിയ. അല്ലാഹുവേ, മറക്കാത്ത ഓർമ്മയുള്ള സ്വപ്നം, നല്ല സ്വപ്നം നീ എനിക്ക് നൽകണമേ എന്ന് ബഹുമാനപ്പെട്ട പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു സൈദ് തങ്ങൾ പറയുന്നുണ്ട്, വമിൻ സുന്നത്തിൻ നായിമി, ഉറക്കക്കാരന്റെ സ്വപ്നത്തിൽപ്പെട്ടതാണ് യഖൂല ഇദാ ആവാ ഇലാ ഫിറാശിഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൂഇൽ അഹ്ലാം. പേക്കിനാവ് ഉടനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. പാമ്പ്, തേളൊക്കെ കാണാം. പല ആളുകളും സാധാരണയായി കാണുന്നതാണ് ഇത്തരം അഹ്ലാം, ഈ പേക്കിനാവും. അതിനെ തൊട്ട് നീ എന്നെ കാക്കണമേ. അല്ലാഹുവേ, മോശപ്പെട്ട സ്വപ്നങ്ങൾ എന്നാണ് അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഇഹ്തിലാമി വസൂഇൽ അഹ്ലാമി وأن يتلاعب بي الشيطان في اليقظة والمنام. اللهم إني أعوذ بك من الاحتلام وسوء الأحلام وأن يتلاعب بي الشيطان في اليقظة والمنام. ശൈത്താൻ ഉറക്കിലും ഉണർച്ചയിലും നീ എന്നെ കൊണ്ട് കളിക്കരുത് എന്നുള്ള ഈ പ്രാർത്ഥന ചൊല്ലൽ ഏതൊരുറക്കക്കാരനും സ്വപ്നമാണെന്ന് മഹാനായ ഇബ്നു സിരീൻ തങ്ങൾ തന്റെ തഫ്സീറുൽ അഹ്ലാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അല്ലാഹു നാഫിയായ തരട്ടെ. ഇനി ആ വിഷയത്തിന്റെ ഖുർആന് എത്ര ഗൗരവാണ് ഖുർആൻ ഈ കാര്യം പറയുന്നത്. മുഅ്മിനീങ്ങളെ, മുർസലീങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു നബിയുടെ മുഅ്ജിസത്ത് തഅബീറുർ റുയാ. അപ്പോൾ അത് ഗൗരവമുള്ള വിഷയമല്ലേ? ലോക ചരിത്രത്തിൽ അമ്പിയാക്കളിൽ പ്രധാനിയായ ഒരു നബിയുടെ മുഅ്ജിസത്ത് തഅബീറുർ റുയാ, സ്വപ്ന വ്യാഖ്യാനമാണ്. അപ്പോൾ അത് എത്ര ഗൗരവമുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് ഖുർആനാണ്. യൂസുഫ് നബിയുടെ മുഅ്ജിസത്ത് തഅബീറുർ റുയാ. അപ്പൊ ഇത് ഗൗരവല്ലേ? നിങ്ങൾ ഉറങ്ങുന്നുണ്ടാ? നിങ്ങൾ ചിന്തിക്ക്. ഇത് തമാശ എന്റെ അതിൽ പഠനം നടക്കാനോ? ഇത് വലിയ ഗൗരവമുള്ള വിഷയം. മഹാനായ സയ്യിദുനാ മൂസ, ഹൽ അതാക ഹദീസ് മൂസ ഇന്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗാ فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റാസി ഇമാം പറയുന്നുണ്ട്, എല്ലാ നബിമാർക്കും ആയത്തുൽ കുബ്ര ഉണ്ടാകും, മഹാദൃഷ്ടാന്തം. മൂസ നബിക്ക് അത് വടിയായിരുന്നു. മനസ്സിലാവുന്നില്ലേ? എല്ലാ നബിമാർക്കും ഉണ്ടാകും എന്റെ ആയത്തുൽ കുബ്ര. ഫഅറാഉൽ ആയത്തുൽ കുബ്ര, മൂസ നബി തന്റെ ആയത്തുൽ കുബ്രയായ വടിയെ ഫറഔക്ക് കാണിച്ചു കൊടുത്തു. ആയത്തുൽ കുബ്ര മൂസ നബിക്ക് മാത്രമല്ല, എല്ലാ നബിമാർക്കും ആയത്തുൽ കുബ്ര മഹാദൃഷ്ടാന്തമുണ്ട്. മൂസ നബിക്ക് അത് വടിയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഈസ നബിക്ക് അത് മരിച്ചവരെ ജീവിപ്പിക്കലാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ അത് വാനിലൂടെ പറക്കലാണ്. മനസ്സിലായില്ലേ മുഅ്മിനീങ്ങളെ? വളരെ ചിന്തിക്കണം. അപ്പൊ എല്ലാവർക്കും ഉണ്ട്. മഹാനായ സയ്യിദുനാ യൂസുഫ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഇൽമ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അതാ. യൂസുഫ് നബിയുടെ ആയത്തുൽ കുബ്ര തഅബീറുർ റുയാ. എത്ര ഗൗരവമുള്ള വിഷയ. തമാശ. ഒരു നബിയുടെ മുഅ്ജിസത്തുമല്ല, മഹാമുഅ്ജിസത്ത്. ഒരു നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് തഅബീറുർ റുയാ, സ്വപ്ന വ്യാഖ്യാനമാണ്. അല്ലാഹു നമുക്ക് നല്ല സ്വപ്നം തരട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത്. ആഗ്രഹിക്കപ്പെടേണ്ട സംഗതിയാണ്, പ്രധാനപ്പെട്ടത്. ഖുർആൻ ബഹുമാനപ്പെട്ട സൂറത്ത് യൂസുഫ് ആരംഭിക്കുന്നത് തന്നെ അതിപ്രധാനപ്പെട്ട സ്വപ്നം പറഞ്ഞുകൊണ്ടാണ്. സ്വപ്നത്തിന്റെ തഅബീറിന് വേണ്ടി അള്ളാഹു നൽകിയ നബിയുടെ രീതി തന്നെ സ്വപ്നം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ആ രൂപത്തിലാണ് ഖുർആൻ സൂറത്ത് യൂസുഫ് ആരംഭിക്കുന്നത്. ഞാൻ ചില ഭാഗങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദ് ഖാല യൂസുഫ് ലിഅബീഹി
യാ അബതി ഇന്നി റഅയ്തു 11 കൗകബ والشمس